അങ്ങനെ നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ്. എത്ര ആയുഷ്മാനത്ത് എത്തിയിരിക്കുകയാണ്. തങ്ങൾക്കൊരു സമ്മാനം. കുഞ്ഞോൾ എനിക്ക് അങ്ങനെ ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലേ? എന്താണ്? ഇതൊരു മറങ്ങാണ്ട് അവിടെ 2 പെണ്ണുങ്ങളെ കണ്ടിക്കണേ. എന്നിട്ട് അതിന് കുയിന്താട്ടി അടക്കുക. നമുക്ക് പണിയാവും. എത്രേ? 160. ഇതോ തിരക്ക. ഗർഭിണിയുടെ ആഗ്രഹം കഴിയാനായി. ഇനി എത്ര മാസം ഉണ്ട്? ഗായ്സ് ഗായ്സ് അങ്ങനെ നമ്മളെ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് അബ്രുവിന്റെ ചിറിമെന്നാട്ടോ. വേണ്ട. പിന്നെ ഞങ്ങള് പോകുകയാണ്. ഇജ്ജ് പോരണോ? ഇജ്ജ് പോരണോ? ഇജ്ജ് പോരാ. അനക്ക് എന്താ തറവാട്ടിൽ എന്താ പണി? ഇജ്ജ് അവിടെ അടങ്ങി നിക്കൂല. ഇല്ല, ഇജ്ജ് റോട്ടിക്കൊക്കെ പാഞ്ഞു പോകും. ഇജ്ജ് മാറ്റിയാണ്ട് വണ്ടിയിൽ കയറിക്കോ. ഭക്ഷണം കഴിക്കോന്ന് ചോദിച്ചത്. ആ കഴിക്കും. ഞങ്ങൾ ഭക്ഷണം കഴിക്കും. എന്തേ ഭക്ഷണം കഴിക്കും. പോര്. അപ്പൊ എന്താ പോയത്? ഓന്റെ ചവിട്ടാന് കുറ്റൊന്നും മൂളിച്ചും പറഞ്ഞോട്ടെ. ഞാന് എന്തോ എടുത്തോണ്ടിരാൻ പോയിക്കണ്. ഇത് വാജ് ഈ ചെരുപ്പുണ്ടല്ലോ. ഇജ്ജ് പോര്. ഇപ്പച്ചിന്റെ ഒപ്പം പോര്. ഇപ്പച്ചിന്റെ കുട്ടിയല്ലേ. എനിക്ക് തറവാട്ടിലെ ഇഷ്ടം ഞങ്ങളിലേറെ. ജിപ്പാന്റെ ഓട്ടോറിക്ഷ വരുമ്പോഴേക്ക് ചാടിക്കയറുപോയി. ഇന്നിപ്പോ ഇന്നലെ ചാടിക്കയറിയിട്ട് ഇപ്പാന്റെ അടുത്ത് നിന്ന് ഒരു വണ്ടി എടുത്ത് നല്ലോണം കിട്ടിയിരുന്നു. പോണ വണ്ടിക്ക് ടയറിന്റെ ഉള്ളിക്കാട് പോണ ജീവൻ പോവൂലേ? ഇന്നലെ എന്തിനാ ഇപ്പാന്റെ അടുത്ത് നിന്ന് അടിയിട്ട് ചാടി കയറിയിട്ട്? ഒരു വണ്ടി വരുമ്പോഴേക്ക് അതിനെ ചാടിക്കയറാൻ പാടുണ്ടോ? നീ ചാടി കയറുവോ? കേറാൻ പിടിച്ചടി. ജിബ്രാൻ പിന്നെ ഒരുങ്ങി നിക്കട്ടോ. മുടിയൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയാണ്ട് നമ്മളപ്പം പോരാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിക്കാണ്. ഇബ്രാഹിം എവിടെ? എപ്പളാ വിടുക? 3:33. അങ്ങോട്ട് എത്ര ടൈം എപ്പളാ? അപ്പൊ നേരം വൈകും. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യേ, അതില് പോനെടുത്താലോ? അല്ലെങ്കിൽ വേണ്ടോ? തറവാട്ടിൽ ഇറങ്ങിക്കോളൂല്ലേ? ഇബ്രൂനെ ഞങ്ങൾ കൊണ്ടുപോകണോ? അത് എൻ്റെ അടുത്തേക്ക് തറവാട്ടിൽ കൂടണോ? ഓനെ ഞങ്ങൾ കൊണ്ടുപോകേ കേട്ടോക്ക. എന്തിനാ? ഇനായനോ എനിക്ക് ഒറ്റക്ക് കിട്ടാനോ? ഇനായന്റെ ഫോൺ കളിച്ചൊന്നുമില്ല. അവിടെ അമ്മമാന്റെ ഫോണില് കളിച്ച തന്നെ. വല്ലാത്ത സാധനാട്ടത്. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് ഇന്നത്തെ വ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാല്, ഇന്നിപ്പോ അതുകൊണ്ട് പറഞ്ഞ മാതിരി വെറുതെ അങ്ങോട്ട് ഇറങ്ങാണ് അല്ലേ? ഒച്ചണ്ടാക്കല്ലേ? പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അല്ലേ? ഇന്നും ഗർഭിണിയുടെ ആഗ്രഹങ്ങളാട്ടോ, അത് മറക്കരുത്. എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ ആ ഓക്ക് അതങ്ങോട്ട് കിട്ടണോ? അപ്പൊ ഇന്നിപ്പോ ഗർഭിണിയുടെ ആഗ്രഹം കഴിയാനായി. ഇനി എത്ര മാസം ഉണ്ട്? ഉണ്ടാവൂലേ? അപ്പൊ ഏകദേശം 1.5 മാസമൊക്കെ ഉണ്ടാവും. എല്ലാരും ദുആ ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബേഴ്സേ, എന്താ വർത്താനം? സുഖല്ലേ എല്ലാവർക്കും? ഞങ്ങളൊന്ന് പോയോ കേട്ടോ. ഇവരെ ഔദ കുഞ്ഞിനെ ആദ്യം തറവാട്ട് കൈ കൊടുക്കട്ടെ. ഓക്കെ പോലടി. അങ്ങോട്ട് അങ്ങനെ കണ്ണാടിയിൽ നോക്കി. ഇവിടെ ചുമരുമ്പോ ഇപ്പൊ ഒരു ഗ്ലാസ് വെച്ചതാ.
അയിമ അതാണ് പോള കണ്ണാടി അയിമ വന്നുകാണ്ട് നോക്കിക്കല പോളപ്പാണ് പെരന്റെ ഉള്ളില് കണ്ണാടിന്റെ ഒരു കുറവും കൂടി ഉള്ളു ഞാൻ എന്താ ഇവിടെ വ്ളോഗറാ വ്ളോഗർ ആവുത കുഞ്ഞ പോരുന്ന റാഷിദ നമുക്ക് പണിയാവും ഇതൊക്കെ വിറ്റ് കഴിയാക്കും അല്ലേ ഹലോ ഗായ്സ് ഞാൻ പോവല്ലേ തറവാട്ടിക്ക് കയറുന്ന ചാട് നോക്ക് അബ്രോ ഇബ്രു ഇപ്പൊ സ്കൂൾ ഇട്ട് വരും ഓനും പോന്നിട്ടോ എന്റെ തറവാട്ടിക്ക് എന്തിനാണ് ഓനെ കൊണ്ടുപോണത് അതെന്താ അതെന്താ ഓനക്ക് എന്താ സംഭവം ഗെയിം കളിച്ചാനേ മൊബൈൽ കളിച്ചാനോ ഇന്നലെ ഞങ്ങള് തറവാട്ട് പോയില്ലേനോ അപ്പൊ ഇബ്രു ഓനക്ക് കൊടുത്തിട്ടില്ലേനി ഉമ്മാന്റെ ഫോണ് അതാണാ പറയണത് അല്ല ഓനെ കൊണ്ടുപോകാൻ വലിയ താല്പര്യമില്ല അപ്പൊ ഗൈസ് അങ്ങനെ ഇബ്രാഹിമേ ബസ്സിന് വന്നിട്ട് കേട്ടോ അവിടെ ഞങ്ങളില്ലാത്ത നേരത്തെ അവിടെ ചിലപ്പോ ഒറ്റക്ക് നിന്ന് ബെല്ലടിച്ച് കുത്തിരക്കുണ്ടാവും പോയോട്ടെ ആയെന്നാ ആയെന്നില്ലേ ആയെന്നില്ലേ കൊറേ നേരമായി ബെല്ലടിച്ചിട്ട് ഞങ്ങൾ ബസ് പോണ കണ്ടു അപ്പൊ ഞങ്ങൾ ഔദനെ കൊണ്ടാക്കാൻ പോയത് ഇനി തറവാട്ടിക്ക് അപ്പൊ വേഗം പോന്നതാ ജയ് പൂരി വണ്ടി കയറിക്കോ വല്ല നായ്ക്കളെ കൊണ്ടേ അപ്പൊ അത് ഈ വണ്ടിയിൽ വെക്കണോണ്ട് എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ റാഷിദ അത് നയിച്ചിട്ടുണ്ട് ഞങ്ങൾ പോകുകയാണ് നാന്തം മുട്ട് നിക്കാണ് നേരല്ല അവിടെ യൂണിഫോമും ക്രോക്സും യൂണിഫോമും ക്രോക്സും ആ ഡ്രസ് ഇല്ലാത്ത കുട്ടികളെ മാതിരി ഓന്റെ ഡ്രസ് നിക്കണമേ റൂമെന്ന് ഞങ്ങക്ക് നേരല്ല അതാ ഗേറ്റ് ബ്രോ ഓന്റെ കയ്യിലുണ്ട് കയ്യു എന്നെ കൊണ്ട് ഗേറ്റ് അടക്കാന് ഞാൻ അപ്പുറത്ത് നിന്ന് ആട് ഗേറ്റ് അടച്ചാണ്ട് ഇപ്പുറത്തേക്ക് ചെയ്യാൻ പോരുക ഭയങ്കര ബുദ്ധിയല്ല എന്റെ തള്ളക്ക് വലുതാ കലമച്ചോക്കെ എനിക്ക് ഉറങ്ങാൻ വാങ്ങിയതാണത് ചാരി ഇങ്ങനെ കടന്നു നോക്കാം ബ്രൂനും കൊടുക്ക ആക്കണേ ആക്കണേ എനിക്ക് ഇന്നത്തെ ആഗ്രഹം തീർക്കാന് ഏകദേശം ഗൈസ് ഊട്ടിന്റെ അടുത്ത് എത്തിയപ്പോ ഇതൊന്ന് കിട്ടാൻ വേണ്ടിട്ട് ഈ ഊട്ടി മാങ്ങ കിട്ടാൻ വേണ്ടിട്ട് എത്രങ്ങാനാണെന്ന് പോന്നിക്കണ വണ്ടിമേ എന്നെ ഇത് തിന്നാ പരിക്കൂല ഓക്കെ ഞങ്ങൾക്ക് ഇത്രേ 160 ഇതോ തിരക്കാ നാടനാ റാണി പഴനി പച്ച ഉണ്ട് അതില് ആ ഇതൊരു 50 രൂപക്ക് ആ ഇതെത്ര ആ 120 ആ ഇതൊരു 50 രൂപക്കാണ് പച്ച ഒരു ഇളം പച്ച ഇതുപോലത്തെ മതിയില്ല ആ ഈ ഒരു ഇതിലുള്ള കേട്ടോ ഇങ്ങനത്തെ വേണ്ട ഈ പച്ച വേണ്ട ഗൈസ് അപ്പൊ അതുപോലെ നല്ല മാംഗോ ഉണ്ട് കേട്ടോ ചോന്ന മാങ്ങ ഇത് പഴുത്ത മാങ്ങേ 50 രൂപക്കാർ ഇത് പഴുത്ത മാങ്ങേ അടുത്ത്
നമുക്ക് ഇഷ്ടപ്പെട്ട മാങ്ങയുണ്ട്, അടക്കപ്പഴം ഉണ്ട് കേട്ടോ. ഇതുപോലെ നാട്ടിലുണ്ടാണ് മാങ്ങ. ആ ഇനിയിപ്പോ അയാൾ അഡ്രസ്സും പോസ്റ്റ് ഓഫീസൊക്കെ അറിയണം. അപ്പൊ ഞങ്ങൾക്ക് മുങ്ങിയാ പോരെ. കുഞ്ഞോളെ ഞാൻ എന്താണ് എന്റെ അടുത്ത ആഗ്രഹം? എന്താണ്? പെരീക്കിലെ സാധനം വാങ്ങല്ലേ? അതിന് വാങ്ങല സ്കൂൾ യൂണിഫോം ഇട്ട് കണ്ടോക്കാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ചങ്ങായി. എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിയോ? റാഹത്തായില്ലേ? കാര്യായിട്ട് നൂറ്റഞ്ച് ഐസൊക്കെ അല്ലേ? കയറില്ല. ചായ അടിക്കണോ? ചോദിക്കണല്ലേ? ആ വ്യൂ നല്ല രസല്ലേ? കവുങ്ങിന്റെ ഇറങ്ങാണ്ട് അവിടെ 2 പെണ്ണുങ്ങളെ കണ്ടിക്കണേ. എന്നിട്ട് അതിന് കുയിന്താട്ടി അടക്ക. എന്ത് ഷേലക്കല്ലേ കുഞ്ഞോളെ? എനിക്ക് അങ്ങനെ ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലേ? എന്താണ്? മസാല ദോശ. അപ്പൊ ഗൈസിന്ന് ഇപ്പൊ ഇത് തിന്നാനാണ് മെയിൻ ആയിട്ട് പോകുന്നത് അല്ലേ? മസാല ദോശ ഞാൻ പോയി പിടിക്ക് ചട കിട്ടിയില്ല. പിന്നെ ഐസ് മേത്ത് കൂടെ ആക്കല്ലേ? പാൻറ്റുമ്പോ കൂടെ ഒക്കെയാണ് എന്റെ ഐസ് ചാടി. കുറച്ച് തിന്നിട്ടോ. രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? റേറ്റ് മസാല ദോശ എന്താ വലിപ്പം നോക്കാം. അങ്ങനെ കാണിച്ചെടുത്ത് നിർത്തിയാണ്ട് ഗൈസ് അങ്ങനെ അടുത്ത ആഗ്രഹമായ ഉഴുന്നുവടയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? മസാല ദോശ ഉള്ളത് ഫുള്ളായിട്ടില്ല. അപ്പോഴത്തേനുള്ള അടുത്തത് ഉഴുന്നുവട. ഉഴുന്നുവട കൊണ്ടുവന്നോ? ഇവിടെ അച്ചോടുക്കും. ആ അത് മെച്ചിക്കാട്ടോ. ഒന്ന് മെച്ചിക്കൊന്ന് പെച്ചിക്കാട്ടോ. രസമുണ്ടോ ബ്രോ? ഇഷ്ടപ്പെട്ടോ? ആണ്ട അതൊന്ന് എന്താ എനിക്ക് പൂതി മാറിയോ? സാരില്ല കേട്ടോ. വലിയ മനസ്സാണ് ഗൈസ് ബൾദേ അല്ലേ? ഉഴുന്നുവട നോക്കുകയാണെങ്കിൽ ഗൈസ് നല്ല നെരിഞ്ഞ ഉഴുന്നുവട കേട്ടോ. ഞാൻ ഇതിൽ കണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ ഗായ്സ്. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തില്ല. ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഔദനെ പോയി കൊണ്ടിട്ടോ തറവാട്ട് പോയിട്ട്. ഇതെന്താ? ആ ഉഴുന്നുവട അല്ലേ? അപ്പൊ ഗായ്സ് ഇത് നമ്മളെ ഈ നായക്കൊരു ഐസ്ക്രീമും അടക്കപ്പായോ? ആ അവിടുന്ന് വാങ്ങിയത് അല്ലേ? ഇത് മതി. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ്. ശ്രീ ആയുഷ്മാനത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് സമ്മാനം എന്തായിരിക്കും അത്? അതിനായിക്ക വീട്ടില എനിക്ക് വീട്ടിലുണ്ട് കേട്ടോ. ഓക്കെ ഇനായ ഐസ്ക്രീം ആണോ? അതിനെ അതിപ്പോ എന്റെ കേട്ടാണേ. അതിപ്പോ പഠിപ്പിച്ചേക്കാരൻ. അതിപ്പോ പഠിപ്പിച്ചേക്കാരൻ ഇവളങ്ങനെ പറഞ്ഞാ കുത്തിരിക്കാണ്. വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കിയാർന്നേ. അപ്പൊ കാക്കു വന്നപ്പോ എന്റെ തന്തപ്പൊടി വന്നിട്ടുണ്ട്. അതാ വേണ്ടല്ലോ ജാണ് ഈ കുട്ടികളൊക്കെ കേടെടുത്തണേ. ഉഴുന്നുവാടയാണമ്മ ഉഴുന്നുവാട. നല്ല പൊരിഞ്ഞ ഉഴുന്നുവാട കണ്ടപ്പോ എനിക്ക് നിങ്ങളുടെ ഓർമ്മ വന്നു.
തിന്നില്ല കേട്ടോ. പിന്നെന്താ വേറെന്തൊരു സാധനമല്ലോ ഇത് ഉഴുന്നുവടയാണോ? ചപ്പാത്തിയോ ഇത് അടിച്ചു പറ്റും ഉഴുന്നുവട. ഉഴുന്നുവടയാണത് ഉഴുന്നുവട തന്നെയാണ്. പക്ഷെ ഇത് നല്ല വലിപ്പമുണ്ട്. ഇപ്പൊ സംശയം ഒറ്റ 45 റുപ്യ ഉഴുന്നുവടയാണത്. നല്ല മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും തരാം. പോയല്ലോ ബ്രോ. പിന്നെ കജ്ജാറുണ്ട്. ഇത് തരണമെങ്കിൽ കജ്ജല്ല കൈ 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 ഞങ്ങൾ പോയിട്ടെന്നാ ആദ്യം എന്ത് ഇവിടെ വിരുന്നിക്കാണെന്നാ പറഞ്ഞത്. ആര് അബ്രോ പിന്നെ ഉപ്പണ്ട് പറഞ്ഞു തന്തപ്പൊടിക്കൊന്ന് വിളിച്ചു തരുമോ, ഈ തന്തപ്പൊടിക്കൊന്ന് വിളിച്ചു തരുമോ അറിയുന്നു. അപ്പൊ പറഞ്ഞു കണ്ടിട്ട് തന്തപ്പൊടിക്ക് അങ്ങനെ പറയാൻ പറ്റും, പടത്തോലൊക്കെ കിട്ടോട്ടോ പറഞ്ഞപ്പോ നെഞ്ചപ്പച്ചിക്കൊന്ന് വിളിച്ചു തരും. പാലപ്പത്തിന് മാവ് കൂട്ടിയിരുന്നു. അപ്പൊ തേങ്ങ ഒക്കെ ചിരകിട്ടപ്പോ പറഞ്ഞു ഇവിടെ നാളെ എന്താ ഉണ്ടാക്കുന്നു, ഇവിടെ നാളെ പാലപ്പാണ്ട്. ഞാൻ പോണില്ല കേട്ടോ, ഇവിടെ നിന്ന് പറഞ്ഞടാ എന്തേലും തിന്നാൻ കിട്ടിയ അവിടെയാണ് പിന്നെ ഒരു കൊല്ലത്തിനല്ലേ. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇപ്പച്ചിനെത്ത കാണാത്ത തന്തപ്പൊടിനെത്ത കാണാത്ത ഇടക്കാട്ട് ഇപ്പച്ചി പറയും പിന്നെ തന്തപ്പൊടി നടി മഞ്ഞ പോയിരുന്നാ വേഗം വിനായകരും കൊടുത്തൂടെ വിനായകരും വാങ്ങിക്കോ. ഞാൻ പോട്ടെട്ടാ.